ചെയ്യാം. ദൈവസന്നിധിയിൽ നമ്മൾ കേട്ട വചനം ഇന്ന് മനോഹരമായ കാര്യത്തെക്കുറിച്ചാണ്. മനോഹരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് വെളിച്ചമാണ്. ആ വെളിച്ചം വസിക്കുന്ന ഇടമാണ് യെരൂശലേം ദേവാലയം. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയം മനോഹരമാണ്. ദൈവത്തിന്റെ ആലയം വസിക്കുന്നത് യെരൂശലേമിലാണ്. അതിന് യെരൂശലേം മനോഹരം എന്ന് പറഞ്ഞിരിക്കുന്നു. നിത്യജീവൻ വസിക്കുന്നത് സഹോദരന്മാർ ഒത്തൊരുമിക്കുമ്പോഴാണ്. അത് മനോഹരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ നിവാസങ്ങൾ മനോഹരമാണ്. കാരണം അവിടെ ദൈവമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മനോഹരമായിട്ട് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബന്ധമാണ് സഹോദര ബന്ധം. മനുഷ്യരുടെ ഇടയിൽ ബന്ധങ്ങളിൽ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ അമ്മയും മകനുമായിട്ടുള്ള ബന്ധം, അമ്മയും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, അതാണെന്ന് പറയും. പക്ഷെ നമ്മൾ സംഗീതത്തിൽ വായിക്കുന്നത് സഹോദരൻ ചൗകഴി കാണാതെ എന്നേക്ക് ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് മറുപടി കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. സഹോദര ബന്ധമാണ് എല്ലാ ബന്ധങ്ങളിലും വലുത്. സഹോദരങ്ങൾ തമ്മിൽ ഒത്തൊരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും ഒരുമിക്കുമ്പോൾ അവിടെ ഒരു ബന്ധമുണ്ട്. അതിന് പ്രകൃതിയിൽ ഉള്ള ഒരു സന്തോഷമുണ്ട്. നാച്ചുറൽ എഫക്ഷൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് പ്രകൃതി നൽകിയ സന്തോഷമാണ്. പക്ഷെ രണ്ട് സഹോദരന്മാർ തമ്മിൽ ഒരുമിക്കുമ്പോൾ അവിടെയുള്ള സൗന്ദര്യം എന്ന് പറഞ്ഞത് മൂന്നാമതൊരാളവിടെ ഉണ്ട്. അത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് അതിന് സൗന്ദര്യം വരുന്നത്. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ മധുര സമ്പർക്കം വരും. അവർ തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്റെ വായില് പല ഗ്രന്ഥികളുണ്ട്. പുളി എന്ന് പറയുമ്പോൾ പുളിയുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വായിൽ ദ്രാവകം വരും. മധുരത്തെക്കുറിച്ച് പറഞ്ഞാൽ വരും. കയ്പിനെ കുറിച്ച് പറഞ്ഞാൽ വരും. ചവർപ്പിനെ കുറിച്ച് പറഞ്ഞാൽ വരും. ഉപ്പിനെ കുറിച്ച് പറഞ്ഞാലും വരും. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മുടെ വായിലെ മധുരത്തിന്റെ ഗ്രന്ഥി ഉണരും. അതിന് പതുക്കെ ദ്രാവകം പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ നിർത്താൻ തോന്നില്ല. കാരണം മധുരം എന്ന് പറയുന്നത് അത് ഏറ്റവും മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. അതാണ് മധുര സമ്പർക്കം എന്ന് പറയുന്നത്. കയ്പ് എന്ന് പറയുന്നത് ചിലരെ കാണുമ്പോഴത്തേക്കും കയ്പാണ്. സംസാരിക്കുമ്പോൾ തന്നെ ഈ ദ്രാവകം വരും. ഇതൊന്നും ഒരു ദുരൂഹതയോ ഊഹാപോഹങ്ങളോ അല്ല. സംഭവമാണ്, അനുഭവമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സഹോദരന്മാർ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ അതിന്റെ മധ്യത്തിൽ കർത്താവ് ഉണ്ടാകും. അവർ സംസാരിക്കുമ്പോൾ മധുരസമ്പർക്കം ഉണ്ടാകും. അവര് ഒരുമിച്ച് ചിന്തിക്കുന്ന ചിന്തയിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരിക്കലും ശത്രുവിന് അവരോട് എതിർക്കാൻ കഴിയില്ല. ശത്രു തോറ്റുപോകുന്ന അവിടെയാണ്. കാരണം കർത്താവ് അവരോടൊപ്പം ഉണ്ട്. അവരോട് എതിർക്കാൻ സാധിക്കില്ല. അത് കാണുന്നവർക്ക് ദൈവത്തിന്റെ വചനം പറയുന്നത് അതിൽ സന്തോഷമുണ്ടോ? കാണുന്നവർക്ക്, അതാർക്ക്? ദൈവഭക്തന്മാർക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. സഹോദരന്മാർ തമ്മിൽ ഒരുമിച്ചിരുന്ന്. എന്നാൽ ജാതികൾക്ക് ഇത് കാണുമ്പോ എന്തായി പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ട്രെയിനിലൊക്കെ വെച്ച് ഒരിക്കൽ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ കണ്ടു.
ഇറങ്ങുന്ന വരെ സംസാരമായിരുന്നു. അപ്പുറത്തൊക്കെ ഇരിക്കുന്നവര് അവരങ്ങോട്ട് ഇടയ്ക്ക് വെട്ടി വെട്ടി നോക്കും. അവര് അവര് സ്വന്തം കുടുംബം തമ്മിൽ ഇരുന്ന് സംസാരിച്ചാലും വിഷയം തീർന്നു പോവുക. അങ്ങനെ ഇല്ല. ഇത് തീരുന്നില്ല. ഇത് നോക്കുമ്പോഴാണ് അവർക്ക് ഇത് മനസ്സിൽ കരുതവര് ഇതെന്നെ ഈ പറയാം. അവസാനം അടിമകളാക്കി കൊണ്ടുപോയപ്പോഴാണ് അവർ പറഞ്ഞത് 2 കാര്യങ്ങളാണ് ഇവര് ശ്രദ്ധ വയ്ക്കുന്നത്. ഒന്ന് ഇവരുടെ പാട്ട്. ഇവരുടെ പാട്ടെന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ പാട്ടുകളല്ല, സിയോൻ പാട്ട്. സിയോൻ പാട്ടെന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു സ്വരമുണ്ട്. ഒരു വല്ലാത്തൊരു സ്വരമാണ്. ആ സ്വരത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി ഒരു പാറമേൽ എന്നെ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്റെ ദൈവത്തിന്റെ സ്തുതി തന്നെ. അത് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. ഈ പാട്ടെന്ന് പറയുന്നത് ഒരാൾക്കും രക്ഷിക്കപ്പെടുന്നവനല്ലാതെ, പ്രാണൻ രക്ഷപ്പെട്ടവനല്ലാതെ മറ്റാർക്കും പാടാൻ കഴിയില്ല. ഈ പാട്ടിലൊരു ശബ്ദം, ഒരു സ്വരമുണ്ട്. ഈ സ്വരമാണ് പ്രശ്നം. ഇവിടെ 100 മൈക്ക് വെച്ച് കിട്ടി പറഞ്ഞോ, ആർക്കും പരാതിയില്ല. പക്ഷെ ദൈവത്തിന്റെ ജനം ഒരുമിച്ച് കൂടി ആരാധനയുടെ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ പ്രശ്നമായി. കാരണം ഈ സ്വരം എന്ന് പറയുന്നത് അസഹ്യമാണ്. ശത്രുവിന് ഏറ്റവും അസഹ്യമാണ്. അത് അവരെയും ശല്യപ്പെടുത്തും. അതുകൊണ്ടാണ്. എന്നാലും അവർ മനസ്സിൽ നോട്ട് ചെയ്ത് വയ്ക്കും. അവസാനം ബന്ധിക്കപ്പെട്ട് കൊണ്ടുപോകുമ്പോ ഇസ്രായേൽ ജനത്തോട് അവർ ചോദിക്കുകയാണ്, സിയോൻ ഗീതങ്ങളിൽ ഒരെണ്ണം ചൊല്ലാവോ, ഒരു പാട്ട് പാടാവോ? കാരണം പണ്ടൊക്കെ അവർ കേട്ടിട്ടുണ്ട് സിയോൻ ഗീതം. പിന്നെ ചോദിച്ചെന്താ? സന്തോഷത്തെ ചോദിച്ചു. ആ സന്തോഷം നിങ്ങളുടെ മുഖത്തൊന്ന് കാണാൻ. ഇത് രണ്ടും അപ്പോഴാണ് ഇസ്രായേൽ മക്കൾ അറിയുന്നത്, ദൈവമേ, ഞങ്ങളുടെ സ്വദേശത്തായിരുന്നപ്പോൾ, കൃപയിലായിരുന്നപ്പോ ഞങ്ങളുടെ പാട്ടും ഞങ്ങളുടെ മുഖത്തെ സന്തോഷവും ഈ ജാതികൾ മുഴുവൻ കണ്ട് അസൂയപ്പെടുകയായിരുന്നു എന്നറിയുന്നത്. ഇതിന്റെ വില അറിയണമെങ്കിൽ വീഴണം. ഇത് പുറത്തു പോകണം. ഒരു നിമിഷം കാണാം എന്താ നമ്മൾ അനുഭവിക്കുന്നതെന്ന്. അത്രമാത്രം ദൈവിക സന്തോഷമാണ്, അത്രമാത്രം ദൈവിക സംരക്ഷണമാണ് സഹോദര ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധം എന്ന് പറയുന്നത് ചെറിയതല്ല, അത്ര ഭയങ്കരമാണ്. അതുകൊണ്ട് അവർ പറയുകയാണ്, നിങ്ങൾ സിയോൻ ഗീതങ്ങൾ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് സംഗീതത്തെയും സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. അവർ പറയുകയാണ്, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? പ്രവാസിയായി പോയി കഴിഞ്ഞാൽ, ബന്ധിക്കപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും പോയി. പാട്ടുമില്ല, സന്തോഷവുമില്ല. അതുകൊണ്ടാണ് ബന്ധനത്തിലിരിക്കുന്നവർക്ക് ഇതുണ്ടാവില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആ നിലയിലേക്ക് തിരിച്ചു വരുവാൻ, സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ രട്ടഴിച്ചു, രട്ടിൽ നിന്നും വെണ്ണീറിൽ നിന്നും ഒക്കെ വിടുവിച്ചു. നമുക്ക് സ്വാതന്ത്ര്യം നൽകി. നാം മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടതിന് തന്നെ ആ ഗീതം വരേണ്ടതിന് വേണ്ടി കർത്താവ് ചെയ്ത പ്രവൃത്തി എത്ര വലുതാണ്. ഇന്ന് നമ്മൾ ഇരുന്ന് ഇവിടുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാട്ടത്തിന് പാടുന്നു, സന്തോഷം അനുഭവിക്കുന്നു. ഒരു പാട്ട് ഈ ഇതിന് വരുന്നതിന് മുമ്പ് ഒരു പാട്ട്, എന്തെങ്കിലും ഒരു പാട്ട്, ജനഗണമന അറിയാമെന്ന് തോന്നുന്നു, പിന്നെ സിനിമാ പാട്ട് അറിയാമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഒരു കഷ്ണം അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ അറിയാവുന്ന ആ അവസ്ഥയിൽ നിന്ന് വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യത്തെ വെല്ലുവിളിയായിരുന്നു പാട്ട് പാടുന്നത്. പാടാൻ കഴിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് അതങ്ങ് പാടി സഹോദരങ്ങളായിട്ട് ഒത്തൊരുമിച്ചു. എല്ലാം 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 ദൈവം അങ്ങ് മാറ്റിമറിച്ചു. ഇന്ന് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് പാട്ടെത്ര അറിയാം, പാട്ടെത്ര പാടുന്നു, സഹോദരങ്ങൾ തമ്മിൽ എത്ര സംസാരിക്കുന്നു. രാവും പകലും നമ്മൾ സംസാരിച്ചാൽ തീരില്ല. കാരണം കയ്പില്ല. ഇവിടെ ഏറ്റവും വിഷയം അതാണ്. കയ്പെന്ന് നമ്മുടെ വായില് കയ്പെന്ന് പറയുന്ന രസം വരുന്നില്ല സഹോദരങ്ങൾ കാണുമ്പോൾ. മാത്രമല്ല ആരോടുമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്,
നിങ്ങൾ വല്ല കയ്പുള്ള വേരും മുളപ്പിക്കരുത്. കാരണം പിന്നെ നിങ്ങൾ പഴയ ജീവിതത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒരു മനുഷ്യരോടും കയ്പ് വയ്ക്കരുത്. വായിൽ കയ്പ് എന്നുള്ള രസമില്ല. നമുക്ക് മധുരത്തിന്റെ രസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ദൈവജനതയിൽ നമ്മൾ പഠിക്കുന്നത് ഇതിങ്ങനെ കാണുന്നത്, ഈ രണ്ടുപേരിരുന്ന് കാണുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ആ ട്രെയിനിലിരുന്ന് ഈ രണ്ടുപേര് തമ്മിൽ യാതൊരു മറയുമില്ലാതിരുന്ന് സംസാരിക്കുന്നതും അവരിടപഴകുന്നതും അവര് തമ്മിൽ സ്വകാര്യതയില്ലാതെ അവര് പ്രവർത്തിക്കുന്നതൊക്കെ കണ്ട് ആ ജനം ചുറ്റിയിരിക്കുന്നത് മുഴുവനും നോക്കുകയാണ്. സംശയമില്ല, സഹോദരന്മാർ ഒത്തൊരുമിച്ച് ചോദിക്കുന്നത് എത്ര മനോഹരം, എത്ര മനോഹരം. അതിന് വില നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മുഖം തിരിച്ച് ഓരോരുത്തരും താന്താന്റെ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ദൈവം അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ജീവിതത്തിനാണ് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. മനോഹരമായ ഒരു ജീവിതത്തിന് വേണ്ടി. ഇതാണ് നാളെ വെളിപ്പെടുന്നത്. അതാണ് ആ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, സകല ഭൂമിയുടെയും മനോഹര വസ്തു വെളിപ്പെട്ട് വരാൻ പോവാ. സകല ഭൂമി, ഈ ഭൂമിയിൽ ഇതുപോലെ മനോഹരമായ ഒന്നില്ല. അത് വെളിപ്പെട്ട് വരാൻ പോവാ. അതാണ് സഹോദരബന്ധം. ആ ബന്ധം ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെട്ട് വരാൻ പോവാ. ആ വെളിപ്പെട്ട് വരുന്നവരെയാണ് കർത്താവിന്റെ സന്നിധി കർത്താവ് എടുക്കുന്നത്. അവിടെ കയ്പില്ല, പുളിയില്ല, മറ്റൊരു രസവുമില്ല. കർത്താവ് മധുര സമ്പർക്കവും സന്തോഷവും മാത്രം. ആ ബന്ധമാണ് സഹോദര ബന്ധം എന്ന് പറയുന്നത്, സഭാബന്ധം എന്ന് പറയുന്നത്. ദൈവസഭയിൽ നാം ആയിരിക്കുന്ന അപ്രകാരമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളെ യഹോവ തിരുനിവാസം എത്ര മനോഹരം. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരം. വെളിച്ചം എത്ര മനോഹരം. യെരൂശലേം എത്ര മനോഹരം. കർത്താവിന്റെ സ്തോത്രം. ആ മനോഹാരിത ഈ ലോകം നോക്കുമ്പോൾ നമ്മിലും ഉണ്ട് എന്ന് സാക്ഷ്യം പറഞ്ഞ് അതിനെ നോക്കുവാനും അതിനെ ആഗ്രഹിക്കാനും വരുമ്പോൾ യഹോവ അവരുടെ പക്ഷത്തുണ്ടെന്ന് കണ്ട് അനേകം പേര്, യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന് കണ്ടിട്ട് അനേകം പേർ അവനോട് വന്നു ചേർന്നു. ഒരു സഹോദര സ്നേഹം അവർ തമ്മിലുണ്ടെങ്കിൽ അതിനോട് വന്ന് ചേർന്ന്. കുറ്റബോധം എനിക്കുണ്ടപ്പോൾ ഈ വാക്ക് പറയുമ്പോൾ കുറ്റബോധമുണ്ട്. കാരണം ഈ പ്രസംഗം പ്രസംഗിക്കുന്നുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ അത് ഉണ്ടോ എന്നുള്ള ചോദ്യം ഇതാ എനിക്ക് നേരെ വിരൽ ചൂണ്ടും. കർത്താവിന്റെ സ്തോത്രം. പലപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയല്ല. ആ സന്തോഷത്തിന് വിരോധമായിട്ടും ആ സ്വരത്തിന് വിരോധമായിട്ടും ആ സൗന്ദര്യത്തിന് വിരോധമായിട്ടും നിൽക്കുന്ന സകല ദോഷങ്ങളും നീക്കി ഇന്ന് നമുക്ക് യഥാസ്ഥാനപ്പെടുവാൻ കർത്താവിന്റെ ആത്മാവ് സഹായിക്കട്ടെ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ പറയട്ടെ, സൈന്യങ്ങളെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. മുട്ടുമടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുക.